സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. 3 എയർബസ് വിമാനങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതായാണ് കണ്ടെത്തൽ. അതിനിടെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. DGCയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് വാർത്ത. 3 എയർബസ് വിമാനങ്ങൾ നിർബന്ധമായും നടത്തേണ്ട സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. A320 എന്ന എയർബസ് വിമാനം 1 മാസം വൈകി മെയ് 15-നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഈ 1 മാസത്തിനിടെ വിമാനം ഉപയോഗിച്ച് എയർ ഇന്ത്യ ദുബായ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തി. മറ്റൊരു വിമാനം എസ്കേപ്പ് സ്ലൈഡറിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ സർവീസ് നടത്തി. മെയിൻ്റനൻസ് എഞ്ചിനീയറാണ് എസ്കേപ്പ് സ്ലൈഡറിന്റെ തകരാറുള്ളതായി കണ്ടെത്തിയത്. കൂടാതെ ആഭ്യന്തര സർവീസ് നടത്തിയിരുന്ന A319 എന്ന എയർബസിന്റെ സർവീസ് 3 മാസം വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യസമയത്ത് സുരക്ഷാ പരിശോധനകളുടെ റിപ്പോർട്ട് നൽകുന്നതിലും എയർ ഇന്ത്യ വീഴ്ച വരുത്തി. പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA നോട്ടീസ് നൽകിയിരുന്നതായും ഇതിന് കൃത്യമായി മറുപടി നൽകിയിരുന്നില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിനോട് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ച 220 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. 202 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 24 ഡൽഹി.